ഇന്ന് കുറച്ച് നേരത്തെ തന്നെ വ്ളോഗൊക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ സമയം നമ്മൾ കാത്തു നിൽക്കില്ലല്ലോ. എന്താ വൈകിയതെന്ന് വെച്ചാൽ നമ്മുടെ വാർഡിൽ ഗ്രാമസഭ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയി കഴിഞ്ഞാലല്ലേ അവിടെ എന്താ നടക്കുന്നത് എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ അതിന് 3 മണിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ 5:30 അപ്പോൾ അങ്ങനെ ലേറ്റായി. പിന്നെ ഉള്ള സമയം കൊണ്ട് നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ 3 പേരുണ്ട്. ചായ കുടിക്കണം. ചായക്ക് കടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഓട്ടടയും കറിയും ഉണ്ടായിരുന്നു, പിന്നെ ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂടി ഞങ്ങൾ 3 പേരും കൂടി കുടിക്കുക. ഷിബിലി മോനെ എന്തൊക്കെ ഇവിടെ അങ്ങനെ വിടുന്നുണ്ട്. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുന്ന ഗ്രാമസഭയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോദിക്കുന്നത്, അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് ഓരോരോ ഉടായ്പ മറുപടി ആയിട്ട് അവൻ ഇങ്ങോട്ട് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം മുകളിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലേ. ഇതെന്താണെന്ന് വെച്ചാൽ നാളെ നമ്മൾ ഫ്രഷ് ഫ്രൂട്ടിൻ്റെ വള്ളി പടുത്തിരുന്നല്ലോ, അതിലെ ഒരുപാട് പന്തലിച്ച് ഇങ്ങോട്ടൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴെ ഒരു കുമ്പളങ്ങ വള്ളി മുളച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അതൊന്ന് അതിമലൂടെ ഒന്ന് കയറ്റി കൊടുത്തതാണ്. അത് മാഷാ അല്ലാഹ് അങ്ങനെ കയറി തുടങ്ങിയിട്ട് 5-6 അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ അടുക്കള വേസ്റ്റിലെ പച്ചക്കറി അങ്ങനത്തെ ഒക്കെ അത് ഞാൻ എന്ത് ചെയ്യും, ആ വേസ്റ്റുകളൊക്കെ അതിൻ്റെ താഴെ കൊണ്ടുവന്ന് ഇടാറാണ് ചെയ്തിട്ട്. അത് തന്നെ ഒരു വളയല്ലേ, അങ്ങനെ ആയി കിട്ടിയതാണ് കേട്ടോ. ഇത് 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 കാണുന്നുണ്ടാവില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനൊരു ദിവസം ഒരു 5-8 ദിവസം മുന്നേ പോയി നോക്കിയപ്പോഴാണ് എന്നുണ്ടെങ്കിൽ ഒന്നും ഇതിൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഡ്രമ്മിൻ്റെ ഇടയിൽ ഒന്നുണ്ടായിരുന്നു, ഒരു വലുത് കേട്ടോ. അത് താഴേക്ക് വീണ് കിടക്കായിരുന്നു. ഇത് രണ്ടാമത്തേതാണ് കേട്ടോ. ഇത് പിന്നെ ഒരു ദിവസം ഞാൻ മിനിഞ്ഞാന്ന് പോയി നോക്കിയപ്പോൾ വീണ് കിടക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് താഴെ കൂടെ പടന്നു പോകേണ്ടത് സാധനമല്ലേ, അപ്പോൾ നല്ലോണം വലിപ്പം വെക്കും ചെയ്യും. ഇത് ഞാൻ മുകൾക്ക് കയറ്റിയ കാരണം അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അപ്പം പിന്നെ ഈ വള്ളികൾക്ക് ഇത് താങ്ങി നിൽക്കാനുള്ള ശേഷിയില്ല, അപ്പോൾ താഴേക്ക് വീഴണമാണ്. അതാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ അടുത്തുള്ള കുഞ്ഞോളുമാക്കും പിന്നെ അടുത്ത വീട്ടുകൾക്കും അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പിന്നെ ഒരു വെച്ച് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ ഈ ഷിബിലി മോൻ എടുത്തതില്ല, അത് നമ്മുടെ ഫാമിലി വീടുകൾക്കും കൊടുത്തു കേട്ടോ. ഇനിയുണ്ട് ഫാമിലി വീടുകൾക്ക് കൊടുക്കാൻ. അപ്പോൾ ഇൻഷാല്ലാ ഏതായാലും അതിന് ഒരുപാടെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ കൊടുക്കാമെന്ന് വെച്ചു. ഫ്രഷ് ഫുഡ് വളർത്താൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ പന്തലിട്ട് കൊടുത്തത്. കുമ്പളം അങ്ങനെ കയറുന്ന അറിയില്ലല്ലോ, കുമ്പളാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് താങ്ങുന്നില്ല. ഞങ്ങൾ അവിടെ മാത്രം മതി പന്തലെന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇങ്ങോട്ട് വരും, കുമ്പളം വള്ളിയും വരുന്നുണ്ട്, ഫ്രഷ് ഫ്രൂട്ടിൻ്റെ വള്ളിയും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു വലയും കൂടി കൊണ്ടുവന്നിട്ട് ഒന്നുകൂടി കണ്ട് ഉഷാറാക്കി കൊടുത്തു. അതേതായാലും അൽഹംദുലില്ലാഹ് ഇങ്ങോട്ടും തന്നെ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്നലെ സ്കൂൾ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഷിബിലി മോനോട് നമുക്ക് വൈകുന്നേരം ഈ പണി ചെയ്യണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു, പക്ഷേ ടൈം വൈകില്ല. അപ്പോൾ ഉള്ള ടൈമും കൊണ്ടാണ് ചെയ്യുകയാണേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുമ്പളുണ്ട്, അത് താഴേക്ക് വള്ളിയൊക്കെ കൊണ്ട് തൂങ്ങി താഴേക്ക് വീഴാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാമെന്ന് വെച്ച് കയറിയതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കമ്പി കൊടുത്തേക്കട്ടെ, ഇത് താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. പിന്നെ മുകൾക്കൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് കയറാനും വേണ്ട, വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള കുമ്പളങ്ങളൊക്കെ ഞങ്ങൾ അവിടെ മതിൽമേലും അതുപോലെ ഡ്രമ്മേലൊക്കെ കണ്ട് കയറ്റി വെച്ചു. പിന്നെ 2 കമ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെയും ഇവിടെ ഒക്കെ ഒന്ന് തൂണായിട്ട് കൊടുത്തും ചെയ്യട്ടെ, എന്നാൽ പിന്നെ ഒരു ബലം കിട്ടില്ല. അപ്പോൾ മൂക്കുവോളം നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മഗ്‌രിബ് കൊടുത്തിട്ട് നമ്മൾ നിൽക്കാൻ തന്നെ നേരം വൈകുന്നില്ല. അപ്പോൾ പിന്നെ താഴേക്ക് പെട്ടെന്ന് പോകുന്നു. ഷിബിലി മോന് പള്ളിയിൽ പോയി. ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഓതാണ്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നില്ലേ, ഐഡിയ ചാർജിങ് ഉള്ള ദിവസമല്ലേ, അത് പിന്നെ മിസ്സാക്കലില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ എഴുതാനുള്ളതൊക്കെ പകൽ തന്നെ എഴുതി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പഠിക്കാനുള്ളത് നോക്കുകയാണ്. അപ്പോൾ 7:30 ഐഡിയ ചാർജിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു 7:30 ഇടാൻ പറ്റില്ല, 8 മണിക്ക് ഇട്ടാൽ മതി, അതുവരെ പഠിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ 8 മണി വരെ പിന്നെ അവർ വെയിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞാലും പഠിക്കല്ലോ എന്ന് പറഞ്ഞോ ഷിബിലി മോനെ. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് കേട്ടോ, അത് ആ ടൈമിൽ എപ്പോഴായാലും വന്ന് കാണും. ശനി ഞായറും പിന്നെ അവർക്ക് ആ ടൈമിൽ എങ്ങനെ ആയാലും അത് കാണും കേട്ടോ. നല്ല ഭംഗിയുള്ള പാട്ടായിരുന്നു കേട്ടോ അവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് വീഴും, അതുകൊണ്ടാണ് പാട്ട് കട്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിലോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇക്കാക്ക് ഒപ്പിക്കണമല്ലോ. അപ്പോൾ മൈദദോശ ഇട്ട് ഉണ്ടാക്കുന്നത്. മൈദയും ഒരു കോഴിമുട്ടയും ഒരു ഇത്തിരി ഉപ്പും ഇട്ടുകൊണ്ട് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ നിന്നപ്പോഴേക്കും ഫിനിമോൾ അടുക്കളയിൽ എത്തിയിട്ട് ഇന്ന് എന്താ ഉപ്പച്ചിക്ക് ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൈദദോശ. അപ്പോൾ അവളോട് പറയണം മൈദദോശ എന്ന് പറയാം. പിന്നെ ഇതൊരു ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ക്യാരറ്റ് പീസും അതുപോലെ തന്നെ 2 തണ്ട് ചപ്പ് ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടി അതിൽക്കൊന്ന് ഇട്ടത് കൊടുത്തു. പിന്നെ മൈദദോശയൊക്കെ പിന്നെ മീനായിരുന്നു കേട്ടോ. അതും ഇതാ ഗ്യാസുമായി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് പാർന്നെടുത്തു.
മൈദദോശ ആകുമ്പോൾ ചൂടോടെ നല്ല രസമല്ലേ കഴിക്കാൻ. എന്ത് തന്നെ ചൂടോടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അങ്ങനെ ഞാനങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ ഓരോരുത്തർ സ്മെല്ല് കേട്ടിട്ട് ഞാൻ സഹായിക്കണം ഉമ്മച്ചി എന്നൊക്കെ ഷിബിലി മോനൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ പഠിച്ചോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് മെയിൻ ചെയ്യാതിരുന്ന കേട്ടോ. കണ്ടില്ല നിങ്ങൾ ഒന്ന് തരും പറ്റി ചൂടോടെ എന്ന് പറഞ്ഞിട്ടോ തളികം കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാട് കൊടുത്തുട്ടാ, എന്നാൽ പിന്നെ പൊയ്ക്കോളല്ലോ എന്ന് വെച്ചു. അപ്പോൾ ഇത് നല്ലോണം ചൂടുണ്ട്, അതാണ് ഇപ്പോൾ ആ കാട്ടി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മൈദദോശ പറഞ്ഞിട്ട് അടുത്ത ആൾ എത്തിയിട്ടാ. ലാസ്റ്റത്തെ പറഞ്ഞപ്പോഴാണ് അടുത്ത ആൾ വരുന്നത്. എനിക്കും വേണം ഒന്നും വെച്ച് ചെയ്യാനായിട്ട്. എന്നാൽ പിന്നെ ഒന്ന് അവൾക്കും കൂടി കൊടുത്തു. അങ്ങനത്തെ നമ്മൾ കടി ഉണ്ടാക്കൽ അങ്ങനെ കഴിഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ പിന്നെ അത് മതിയല്ലോ. ഇത് പിന്നെ ഇക്കാക്ക് മാത്രമല്ല ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ പിന്നെ എന്ത് കടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വെച്ച് തരുമോ എന്ന് ചൂട് കൊടുക്കാൻ തരുമോയെന്ന് വെച്ച് കണ്ട് വരും. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴായാലും കൊടുക്കാറുള്ളതാണ്. അങ്ങനത്തെ ഞങ്ങൾ ചോറുന്നലും ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇത് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ്. എത്ര 2-3 പേരായാലും പാത്രങ്ങൾ പിന്നെ ഒരുപാട് ഉണ്ടാവുമല്ലോ കഴുകാനല്ലേ. അത് പിന്നെ നമ്മൾ തന്നെ കഴുകിയെടുക്കണ്ടേ. അങ്ങനെ അടുക്കളൊക്കെ ക്ലീനാക്കി പിന്നെ ഡോറൊക്കെ പൂട്ടി അപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.